ജക്കരി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ത്യയുടെ സൂപ്പർ 8 ആദ്യത്തെ തോൽവി സംഭവിച്ചിരിക്കുകയാണ്. ഇതിനു മുന്നോടിയായിട്ട് തലേദിവസം സൂര്യകുമാർ യാദവ് പത്രസമ്മേളനത്തിൽ വിളിച്ച് പറഞ്ഞ ഒരു കേസുണ്ട്. എനിക്കതാണ് ഓർമ്മ വന്നത്. അത് പറയുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ ഉറവാത്തതുകൊണ്ട് പ്ലീസ്. അതായത് പത്രസമ്മേളനത്തിൽ സൂര്യകുമാർ യാദവിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ഒരു മാധ്യമപ്രവർത്തകൻ. അഭിഷേക് ഫോമിലല്ലല്ലോ, തിലക് വർമ്മയുടെ സ്ട്രൈക്ക് റേറ്റ് വളരെ മോശവും, സഞ്ജുവിനെ പരിഗണിക്കുമോ? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അത്രേ ഉള്ളൂ. ഇന്നലെ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു. ഒരു ന്യായമായ ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷേ അതിന് സൂര്യകുമാറിൻ്റെ മറുപടി തുടക്കം പരമപുച്ഛത്തോടെ ആയിരുന്നു. സഞ്ജു സാംസൺ വലിയൊരു സംഭവം ആണെന്നൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ അയാളെക്കുറിച്ച് ഒരു കാര്യം ചോദിക്കുമ്പോൾ ഉള്ളിലെ ഈഗോ മാറ്റി വെച്ചിട്ട് വേണം ഇത്തരം മര്യാദ കാണിക്കാനായിട്ട്. ഒരുത്തൻ്റെ വേദനയിൽ സന്തോഷിക്കുന്ന രീതി നമ്മൾ മലയാളികൾക്കില്ല. പക്ഷേ സൂര്യയുടെ അഹങ്കാരത്തിനുള്ളൊരു മറുപടി പോലെ എനിക്ക് തോന്നി പേഴ്സണലി. അതായത് ആ ഒരു സമയത്ത് എനിക്ക് ഈ ഒരു സംഭവം ഓർമ്മ വന്നപ്പോൾ അതങ്ങനെ തോന്നിയെന്നേ ഉള്ളൂ. ഓക്കെ, അത് ഇപ്പോൾ ഇന്ത്യയുടെ തോൽവി അങ്ങനെ സംഭവിക്കണം എന്ന് അങ്ങനെയല്ല, അങ്ങനെ തോന്നി. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കണക്കിന് കിട്ടി എന്ന് നമ്മളെ മെൻ്റലിനെ വിശ്വസിപ്പിക്കുകയാണ്. ഇപ്പോൾ കളിയിലായാലും ജീവിതത്തിലായാലും ആരെയും കുറച്ച് കാണരുത്. ഇപ്പോൾ ഏത് സന്ദർഭത്തിലാണ് ആരെ കൊണ്ട് ഉപയോഗം ഉണ്ടാവുകയെന്ന് പറയാൻ സാധിക്കില്ല. ഉദയനാണ് താരത്തിൽ കൊച്ചിൻ ഇപ്പോൾ പറയുന്നുണ്ട് കുപ്പത്തൊട്ടിയിലും മാണിക്യം ഉണ്ടാവുമെന്ന്. ഇപ്പോൾ കുപ്പത്തൊട്ടി എന്നല്ല പറഞ്ഞത്, ഞാൻ സഞ്ജുവിനെ കുറിച്ചിട്ടല്ല പറഞ്ഞത്. മേലിൽ ഒരാളേനും ഇതുപോലെ ആക്ഷേപിക്കരുത്, പുച്ഛിച്ച് തള്ളരുത്. ഒരാളേനെ എപ്പോഴാണ് നമുക്ക് ആവശ്യം വരിക എന്നുള്ളത് പറയാൻ സാധിക്കില്ല. ഇപ്പം എന്തായി, ഒരു ക്വാളിറ്റി ഉള്ളൊരു ടീമിൻ്റെ മുന്നിൽ നിന്നപ്പോൾ എക്സ്പോസ് ആയിപ്പോയി ഇന്ത്യൻ ടീം. ബുംറ മാത്രം ഒരു വശത്ത് വിക്കറ്റ് ഇങ്ങനെ കൊയ്ത് പിശുക്കി റൺസൊക്കെ വിട്ടുകൊടുക്കാതെ നിർത്തി. അതായത് 4 ഓവറിൽ വെറും 15 റൺസിന് 3 വിക്കറ്റാണ് ബുംറ വീഴ്ത്തിയത്. മറുവശത്ത് ബാക്കിയുള്ളവരൊക്കെ ചേർന്നിട്ട് 16 ഓവറിൽ കൊടുത്ത റൺസ് 170 ഹർദിക്കിൻ്റെ അവസാന ഓവറും വരുണിൻ്റെയും ദുബൈയുടെയും പ്രകടനവും ഇന്ന് ശരിക്കും നമ്മളെയൊക്കെ നിരാശപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഈ ഹർദിക് പാണ്ഡ്യയ്ക്ക് ലാസ്റ്റ് ഓവർ സൂര്യകുമാർ യാദവ് കൊടുത്തത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുൺ ചക്രവർത്തിനെ അവർ ശരിക്കും ഹോംവർക്ക് ചെയ്തിട്ടാണ് ഇന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് 188 റൺസ് എന്ന് പറഞ്ഞത് ഒരു കൂറ്റൻ സ്കോറാണ്. ഇന്ത്യക്ക് ചേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കടുപ്പമേറിയ ഒരു സംഭവമാണ്. എന്തായാലും T20 ലോകകപ്പ് 2026 നിർണായക സൂപ്പർ 8 പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയോട് 76 റൺസിന് തോറ്റതുകൊണ്ട് ഇന്ത്യയുടെ സെമി ഫൈനൽ പ്രതീക്ഷകൾക്ക് വൻ തിരിച്ചടിയായിരിക്കുകയാണ്. ഇനി എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് നോക്കുമ്പോൾ ഇന്ത്യക്ക് ഇനി മുന്നിലുള്ളത് ആദ്യ വഴി എന്ന് പറയുന്നത് ശേഷിക്കുന്ന 2 മത്സരങ്ങളും വൻ മാർജിനിൽ ജയിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒന്ന് സിംബാബ്വേക്കും വെസ്റ്റ് ഇൻഡീസിനുമെതിരെ ജയിച്ചാൽ ഇന്ത്യക്ക് 4 പോയിന്റുകൾ ലഭിക്കും. എന്നാൽ മറ്റ് ടീമുകളുടെ പ്രകടനവും ഇന്ത്യയുടെ വിധി ഈ കാര്യത്തിൽ നിർണയിച്ചേക്കാം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നെറ്റ് റൺ റേറ്റ്. ആ ഒരു സംഭവം നല്ല രീതിക്ക് വേണം. ഇനി ദക്ഷിണാഫ്രിക്ക അവരുടെ ശേഷിക്കുന്ന മത്സരങ്ങളിൽ ഒരെണ്ണം തോൽക്കുകയും വിൻഡീസ് സിംബാബ്വെ മത്സരത്തിലെ വിജയി ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ 3 ടീമുകൾക്കും 4 പോയിന്റ് വീതമാകും. അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഈ നെറ്റ് റൺ റേറ്റ് പരിശോധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ സെമി ഫൈനലിസ്റ്റുകളെ തീരുമാനിക്കുക. ഇനി രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഇന്ത്യ ഒരു മത്സരത്തിൽ മാത്രം വിജയിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ വന്നാൽ ഇന്ത്യയുടെ സെമി പ്രവേശം തികച്ചും സങ്കീർണമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ദക്ഷിണാഫ്രിക്ക അവരുടെ എല്ലാ മത്സരങ്ങളും ജയിക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമായി വരും. ഓക്കെ, കൂടാതെ വെസ്റ്റ് ഇൻഡീസ് സിംബാബ്വെ മത്സരത്തിൽ വിജയിക്കുന്ന ടീമിനെ തന്നെ ഇന്ത്യ പരാജയപ്പെടുത്തുകയും വേണം. അപ്പോൾ ഇന്നത്തെ മത്സരം ഇന്ത്യക്ക് അത്രയും പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യ, സിംബാബ്വെ, വെസ്റ്റ് ഇൻഡീസ് ടീമുകൾക്ക് 2 പോയിന്റ് വീതമാവും. അപ്പോൾ ഇവിടെയാണെങ്കിലും നെറ്റ് റൺ റേറ്റ് നോക്കും. ഓക്കെ, അതും നിർണായക ഘട്ടമാണ്. ഇനി ടൂർണമെൻറ്റിൽ വരാനിരിക്കുന്ന മത്സരക്രമം ആരാധകർക്ക് ഏറെ ആകാംക്ഷ നൽകുന്നതാണ്. അതായത് ഇന്ന് നടക്കുന്ന മത്സരം വെസ്റ്റ് ഇൻഡീസും സിംബാബ്വേയും, ആ ഒരു മത്സരം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മത്സരമാണ്.
ഇന്ത്യ ഇന്നലെ തോറ്റതോടുകൂടി ഈ ഒരു മത്സരത്തിന് ഏറെ എന്താ പറയുക ഒരുപാട് പ്രാധാന്യമുണ്ട്. ഫെബ്രുവരി 26-നാണ് ഇന്ത്യ ചെന്നൈയിൽ വെച്ച് സിംബാബ്വേയെ നേരിടുന്നത്. അതേ ദിവസം തന്നെ ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെയും നേരിടുന്നുണ്ട്. സൂപ്പർ 8-ലെ അവസാന മത്സരങ്ങൾ മാർച്ച് 1-നാണ് നടക്കുന്നത്. കൊൽക്കത്തയിലെ വെസ്റ്റ് ഇൻഡീസിനെതിരെ നടക്കുന്ന പോരാട്ടമാവും ഇന്ത്യയുടെ സെമി സാധ്യതകളുടെ അന്തിമ തീരുമാനമെടുക്കുന്നത്. ഇപ്പം സൂര്യകുമാർ യാദവാണ് ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതെന്ന് ഞാൻ പറയും. കാരണം സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസിയിൽ വരുന്ന വേൾഡ് കപ്പാണ്. സോ അയാൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. ഫോം ഔട്ടായ ആളെ തൂക്കിക്കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമില്ല, ഒരു കെയറിങ്ങും കൊടുക്കേണ്ട ഒരു കാര്യമില്ല. കളി ജയിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. അല്ലാതെ ഇപ്പോൾ അവൻ്റെ ഒരു മോശ സമയത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്താഗതിയൊന്നും ഈ ഒരു വേൾഡ് കപ്പിൽ കൊണ്ടുവരേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറയും. ഇവിടെ കളിക്കാണ് ഇമ്പോർട്ടൻ്റ്, കെയറിങ്ങിനല്ല. കളിക്കുന്നവനാരോ അവനാണ് കളിയിൽ നിലനിൽക്കേണ്ടത്. അല്ലാതെ ഇവൻ മുമ്പ് കളിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ അവന് ഒരു മോശ സമയമാണ്, അതുകൊണ്ട് കൈവിടില്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുനടക്കേണ്ട ഒരു കാര്യമില്ല. വേൾഡ് കപ്പാണ്, സാധാ കളികളൊന്നുമല്ല. തിലക് വർമ്മ ഇപ്പോൾ എന്താ പറയുക, ഒരേ മാർജിനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാഫ് ഒന്ന് താഴെ മുകളിലേക്ക് ഒന്നും പോണില്ല. എങ്ങനെ പോയാലും ഒരു 30 റൺസ് എടുക്കും. അതൊരു 28 ബോൾ ആൾ ഫേസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു 30 ബോൾ ആൾ ഫേസ് ചെയ്യും. ആ ഒരു ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു T20 വേൾഡ് കപ്പാണ്. ഇവിടെ വേണ്ടത് സ്കോറിങ് കൂടുതലാണ് വേണ്ടത്. അപ്പോൾ ഒരു കാരണവശാലും വേൾഡ് കപ്പിൽ തിലക് വർമ്മ ആപ്റ്റല്ലെന്ന്. കാരണം ചില കളികളുണ്ട്, ചില കളികളിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഡിഫെൻഡിങ്, ബട്ട് എല്ലാ കളികളിലും ഡിഫെൻഡിങ് ഇമ്പോർട്ടൻ്റ് അല്ല. സോ T20യിൽ ഡിഫെൻഡിങ്ങിനേക്കാളും പ്രാധാന്യം വലിയ അടികൾക്ക് തന്നെയാണ്. ഓക്കെ, ബിഗ് ഷോട്ടുകൾക്ക് തന്നെയാണ് T20യിൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഓക്കെ, ചില ഘട്ടങ്ങളിൽ ബോളർമാർ നിറഞ്ഞാടുന്ന ചില ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളിലാണ് ഡിഫെൻഡിങ്ങിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോഴാണ് ഈ തിലക് വർമ്മയ്ക്കൊക്കെ പ്രാധാന്യം കൽപ്പിക്കുന്നുള്ളൂ. തിലക് വർമ്മ അങ്ങനത്തെ ഒരാളാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ആൾ കളിക്കുന്ന രീതി അങ്ങനെയാണ്. ഓപ്പണിംഗ് അഭിഷേക് ശർമ്മ കണ്ടിന്യൂസ് ആയിട്ട് ഫോം ഔട്ടാണ്. ഈ ഫോം ഔട്ടായ ആൾ എങ്ങനെ ഇട്ടിട്ട് വീശിയാലും ബാറ്റ് ബോളുമ്പോൾ കൊള്ളണം എന്നില്ല. ടൈമിങ്ങും കണക്ഷനും ആളുടെ കറക്റ്റല്ല ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് എനിക്ക് തോന്നുന്നത് അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ആപ്റ്റാണെന്ന്. 1 ഡൗൺ ഇഷാൻ കിഷൻ കറക്റ്റാണ്. പക്ഷേ ഇഷാൻ കിഷനെ മാത്രം ആശ്രയിച്ചിട്ടാണ് ഇപ്പോൾ ഇന്ത്യൻ ബാറ്റിംഗ് നിര മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇന്നലത്തെ കളി പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാർക്ക് അത്രയും പ്രാധാന്യമുണ്ട്. ഓപ്പണർമാർ കളി അലമ്പിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നവർക്ക് പ്രഷർ കൂടുതലാണെന്ന് ഇന്നലത്തെ കളി നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഒരു ബേസ്മെൻ്റ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. മുന്നത്തെ കളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷാൻ കിഷൻ ഒരു ബേസ്മെൻ്റ് ഇട്ടിട്ടാണ് പോകാറ്. ഇപ്പോൾ ഇത്ര റൺസിൽ 10 ഓവറിൽ ആൾ കുറച്ച് ബോൾ ഫേസ് ചെയ്തില്ലെങ്കിലും കുറച്ചധികം റൺസ് അടിച്ചിട്ടാണ് പോകാറ്. ഇപ്പോൾ 10 ഓവറിൽ എങ്ങനെ പോയാലും 75+ റൺസ് ഉണ്ടാവാറുണ്ട് ഇന്ത്യക്ക്. സഞ്ജു അഭിഷേക് ഒരു കിടിലൻ കോംബോ ആണെന്ന് പറയാൻ കാരണമുണ്ട്. ഒരു ബോളർ എറിയുമ്പോൾ അയാളെ സഞ്ജു ബാക്ക് ഫുട്ടിലാണ് കളിക്കുന്നതെങ്കിൽ അബി ഫ്രണ്ട് ഫുട്ടിലാണ് കളിക്കുന്നത്. അതായത് എക്സ്ട്രീം പേസ് വന്നാൽ സഞ്ജുവിനേക്കാൾ അടിക്കാറുള്ളത് അഭിഷേക് ശർമ്മയാണ്. ഓഫ് സ്പിന്നിൽ തുടക്കം വന്നാൽ നിലം തൊടിക്കാതെ അടിക്കാറുള്ളത് സഞ്ജു സാംസണാണ്. അപ്പോൾ ആ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ മാത്രമായിരുന്നില്ല അവരുടെ കോമ്പിനേഷൻ സീക്രട്ട് എന്ന് പറഞ്ഞാൽ ലെഗ് സ്പിന്ന് സഞ്ജുവിനേക്കാൾ നന്നായിട്ട് അഭിഷേക് ശർമ്മ കളിക്കും. അബി താളം തെറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഗ് സ്പിന്നർ പ്രൊപ്പലർ ലൈനിൽ ഒരൊറ്റ ബോൾ പോലും സഞ്ജുവിനെതിരെ അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അബിക്ക് ഈ സ്ലോ കട്ടറുകൾ തുടക്കം തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ബാക്ക് ഫുട്ടിൽ സ്ലോ ബോളിന് വെയിറ്റ് ചെയ്യുന്ന സഞ്ജു അങ്ങനെ ഒരു ആയുധം തന്നെ ഇല്ലാത്ത രീതിയിൽ
ബോളറിൽ നിന്നും അത് അതിർത്തി കടത്തി വിടാറാണ് പതിവ്. ഈ കോമ്പിനേഷനാണ് ഇന്ത്യയെ ഒരുപാട് 280-ലും 290-ഉം ഒക്കെ കാണിച്ചിട്ടുള്ളത്. അതിന്റെ റീസൺ ഈ ഒരു മ്യൂച്വൽ കോംപ്ലിമെന്റിങ് ആണ്. ഇഷാൻ കിടിലൻ ഫോമിൽ തന്നെയാണ്. പക്ഷെ അത് ബാധിക്കാൻ പോകുന്നത് സഞ്ജുവിന്റെ സ്ഥാനം മാത്രമല്ല, അത് അബയുടെ വീക്ക്നെസ് കൂടി എക്സ്പോസ് ചെയ്യും. പിന്നെ ഉള്ളത് റിങ്കു സിംഗ് ആണ്. റിങ്കു സിംഗിന് ആവശ്യം എനിക്ക് മനസ്സിലാവുന്നില്ല. പണ്ട് ഈ മുഹമ്മദ് കൈഫ് ഉണ്ടായിരുന്നു, നല്ലൊരു ഫീൽഡറും ആള് ഒന്നാന്തര ഒരു ബാറ്റ്സ്മാനും കൂടെയായിരുന്നു. ഈ റിങ്കു സിംഗ് എന്താണ് ഇന്ത്യക്ക് വേണ്ടി ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പല പ്രധാനപ്പെട്ട സന്ദർഭത്തിലും അയാൾ വിക്കറ്റ് വലിച്ചെറിയുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഇന്നലെ ശിവൻ ദുബെയുടെ കൂടെ നിൽക്കാൻ ഒരാൾ വേണ്ടിയിരുന്ന സ്ഥാനത്ത് അവിടെ ഒരാൾ തന്നെ ആവശ്യമുണ്ട്. അവിടെ അയാൾ വന്നിട്ട് കാണിച്ച് എന്താ, വന്ന് കണ്ടോണം വെച്ച് അടിച്ച് ഔട്ടായിപ്പോയി. അവരുടെ ബോളർമാരെല്ലാം ഗുഡ് ടു ഷോർട്ട് ലെങ്ത്തിൽ സ്ലോ ബോൾ എന്ന ലൈനിലോട്ട് മാറും. അത് നന്നായി അടിക്കാൻ അറിയുന്ന ഒരുത്തനാണ് ഈ റിങ്കു സിംഗ്. എന്നിട്ടാണ് വന്ന ബോളിൽ തന്നെ എന്നിട്ട് പറയുക, ഒരു ആർക്കോ വേണ്ടി ഞാൻ കളിക്കുകയാണെന്നുള്ള രീതിയിൽ അടിച്ചിട്ട് പോയത്. വന്നപ്പോൾ റൺ റേറ്റ് വളരെ ഹൈ ആയിരുന്നു. പക്ഷേ ആ ഓവർ കഴിഞ്ഞുള്ള 5 ഓവർ 20 റൺസ് വെച്ച് എടുക്കുക എന്നത് പോലും അവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് പിച്ചിലെ പേസ് പോലും മനസ്സിലാക്കാതെ തികച്ചും അലസമായ ഷോട്ട് കളിച്ച് റിങ്കു സിംഗ് പുറത്താവുന്നത്. പിന്നെ വാഷിങ്ടൺ സുന്ദറിനെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. ആൾ എന്തിനാണ് ആ ടീമിനകത്തുനിന്ന് എനിക്കൊരു ഒരു വക ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അത് എന്തെങ്കിലും ആയിക്കോട്ടെ. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ 20 റൺസ് ആകുമ്പോഴേക്കും 3 വിക്കറ്റ് പോയ സൗത്ത് ആഫ്രിക്കനെ പിടിച്ചു കെട്ടാൻ കഴിയാതെ പോയത് സൂര്യകുമാർ യാദവിൻ്റെ ഒരു കഴിവുകേടായിട്ട് തന്നെ പറയേണ്ടി വരും. ഓക്കെ, പിന്നെ അവരുടെ ഇപ്പോൾ ഒരു പ്രഷറായിട്ട് നിൽക്കുന്ന ടീമിൽ ഒരാൾ ഫോം ആവാൻ സാധ്യതയുണ്ട്. ഡേവിഡ് മില്ലർ ഫോമായി. ഡേവിഡ് മില്ലർ ഔട്ടായതിനു ശേഷവും ഇന്ത്യക്ക് കളി തിരിച്ചു പിടിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അവിടെയും സൂര്യകുമാർ യാദവിൻ്റെ ഒരു വീഴ്ച തന്നെയാണ്. അവസാന ഓവർ ഹർദിക് പാണ്ഡ്യയെ ഏൽപ്പിക്കുമ്പോൾ അവിടെയും ആളുടെ കണക്കൂട്ടലുകൾ പഴച്ചു പോവാണ് ഉണ്ടായത്. കളി എല്ലാവരും ഇന്നലെ കണ്ടിട്ടുണ്ടാവും. ഇനി കളീനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 187 റൺസ് എടുത്തു. 63 റൺസ് നേടിയ ഡേവിഡ് മില്ലറും 45 റൺസുമായി തിളങ്ങിയ ബ്രെവിസുമാണ് ദക്ഷിണാഫ്രിക്കൻ നിരയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ഇന്ത്യക്കായിട്ട് ജസ്പ്രീത് ബുംറ 3 വിക്കറ്റും വീഴ്ത്തി നല്ല രീതിയിൽ ടൈറ്റാക്കുകയും ചെയ്തു. ആളുടെ ഓവറുകളെല്ലാം തന്നെ റൺസ് കൊടുത്തിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം. നല്ല രീതിയിൽ പിടിച്ചിട്ടാണ് ഇപ്പോൾ പന്തെറിഞ്ഞത്. ബട്ട് മറ്റുള്ള ബോളർമാർ ആ പിടിക്കണയിലൊന്നും പിശുക്ക് കാണിച്ചില്ല. ലാവിഷായിട്ട് വാരിക്കൊരു റൺ കൊടുത്തിട്ടുണ്ട്. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ സൂര്യകുമാർ യാദവും സംഘവും ഒരു ഘട്ടത്തിലും വിജയലക്ഷ്യത്തിന് അടുത്തെത്തിയില്ല. മാർക്കോ യാൻസിന്റെ തീത്തുപ്പുന്ന പന്തുകൾക്ക് മുന്നിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാരം പോലെ തകരുകയായിരുന്നു. വെറും 111 റൺസിന് ഇന്ത്യ കൂടാരം കയറിയപ്പോൾ യാൻസന് 4 വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യൻ പതനം പൂർത്തിയാക്കി. ഇതോടെ ഗ്രൂപ്പ് നെറ്റ് റൺ റേറ്റിലും ഇന്ത്യ പിന്നിലായി. സെമി ഫൈനൽ സാധ്യതകൾ സജീവമായി നിലനിർത്താൻ വരാനിരിക്കുന്ന വെസ്റ്റ് ഇൻഡീസ് സിംബാബ്വെ മത്സരങ്ങൾ ഇന്ത്യക്ക് നിർണായകവുമാണ്. അപ്പോൾ കണ്ടറിയണം കോശി ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.